ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, ബാക്ക് വിത്ത് അനദർ വീഡിയോ ഫ്രം ട്രെൻഡി പീസ് തിരുവല്ല. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാട്ടോ വീഡിയോ ഇടുന്നത്. ഭയങ്കര കസ്റ്റമർ കംപ്ലയിൻ്റ് ആയിരുന്നു, നമ്മൾ റേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല എന്ന്. ആക്ച്വലി നമ്മൾ സ്റ്റോക്ക് വന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഐറ്റംസ് അവൈലബിൾ ആവണം എന്നുള്ളൊരു മോട്ടീവ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഐറ്റം വന്നു, സെറ്റായി, നമ്മൾ പർച്ചേസ് ബില്ലൊക്കെ അടിച്ച് ഐറ്റത്തിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് താമസിച്ചതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഹക്കോബ ഐറ്റമാണ്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്, കംഫർട്ടാണ്. പ്രീമിയം കോട്ടണിൽ ഹക്കോബ വർക്കിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഫ്രോക്ക് മോഡലാണ് വരുന്നത്. അതുപോലെ പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവിൽ വന്നിട്ട് നല്ല പഫ് സ്ലീവ് ആണ്, നല്ല ലൂസായിട്ട് കിടക്കുന്ന സ്ലീവാണ്. സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ആൻഡ് ഇങ്ങനെ വരും. നല്ല അടിപൊളി ഐറ്റമാണ്, നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോളർ വരുന്നത് വീനെക്കാണ് കേട്ടോ. വീനെക്ക് വിത്ത് കോളറാണ് വരുന്നത്. കോളർ നെക്കോട് കൂടി വീനെക്കാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഐറ്റം. ഇവിടെ ഒരു ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ അറ്റത്ത് വന്നിട്ട് ഇവിടെയും ചെറുതായിട്ട് ആ ഒരു ചുരുക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരും. ഇതാണ് ഐറ്റം വരിക. ഡീറ്റെയിലിങ് നോക്കിക്കോളൂ, നല്ല പ്രീമിയം ഐറ്റമാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 1000 ആണ് റേറ്റ് വരുന്നത്. അതിൻ്റെ പ്രീമിയം ഐറ്റമാണ്, ഹക്കോബ വർക്കൊക്കെ വരുന്നത് കൊണ്ടാണ് ആ ഒരു റേറ്റ്. സിംഗിൾ പീസ് ആയിട്ടും ഇതിന് വരുന്നത്. അടിപൊളിയാണ് ഐറ്റം. നെക്സ്റ്റ് വൺ റാണി മജന്ത കളറിൽ വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോർഷനിൽ വന്നിട്ട് നന്നായിട്ട് ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്വീക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ടാണ് ഈ ഒരു ത്രെഡ് വർക്ക് പോർഷനിൽ വരുന്നത്. അതുപോലെ തന്നെ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബോൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. അതുപോലെ സ്ലീവിൻ്റെ പോർഷനിൽ വന്നിട്ടും ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഐറ്റം വരുന്നത്. വിചിത്ര സിൽക്കിലാണ് ഐറ്റം വരുന്നത്. അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ്, ക്രേപ്പാണ് ലൈനിങ് വരുന്നത്. അപ്പം ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് 999 ആണ് കേട്ടോ. ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് നമുക്ക് 999 ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് വൺ പ്യോർ കോട്ടണിൽ ടൈ ആൻഡ് ഡൈ കോൺസെപ്റ്റിൽ വരുന്നൊരു ഐറ്റമാണ്. നല്ലൊരു മഞ്ഞ കളറ് വിത്ത് ഓഫ് വൈറ്റ് ആണ് വരുന്നത്. ഓഫ് വൈറ്റിൽ ഇങ്ങനെ ഒരു ഐറ്റം വരും. നല്ല രസമാണ് കേട്ടോ, നല്ല എലഗൻ്റ് ആയിരിക്കും. വീനെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്കിൽ ഹെവി ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്, പ്ലെയിൻ ബാക്കാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 950 റുപ്പീസ്. ഇതൊക്കെ M2 XXL സൈസിലാണ് കേട്ടോ അവൈലബിൾ. M2 XXL. ഇനി XXL to 5XL സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പ്യോർ കോട്ടണിലാണ് വരുന്നത്. പ്യോർ കോട്ടണിൽ ഈ ഒരു പ്രിൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പോർഷനിലും ഈ ഒരു കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബിഗ് സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. XXL to 5XL സൈസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 920 റുപ്പീസ് കേട്ടോ. 920 റുപ്പീസ്. ആൻഡ് ദെൻ വീണ്ടും 3XL to 5XLകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ പോർഷനിൽ കട്ട് വർക്ക് കൊടുത്തിരിക്കുന്നു. പ്യോർ കോട്ടൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ്. സ്ലീവ്സിൻ്റെ അവിടെയും കട്ട് വർക്ക്, അതുപോലെ തന്നെ എൻഡിലും കട്ട് വർക്ക്. നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ഐറ്റം നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു 2 പീസ് ഐറ്റമാണ്. അതായത് ദുപ്പട്ടയും ടോപ്പും മാത്രമായിട്ട് വരുന്നൊരു ഐറ്റം. ദുപ്പട്ട ആൻഡ് ടോപ്പ് നെറ്റ് കോട്ട മെറ്റീരിയലിലാണ് വരുന്നത്. ഒരു ബിഗ് ഫ്ലോറൽ വർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും. ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് വണ്ണമുള്ളവർ ഇടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്ലിം ഫീൽ കിട്ടാനും ഇത് നല്ല ഐറ്റമാണ്. ഷോളും നല്ല പ്രിന്റഡ് ഷോളാണ് വരുന്നത്. അടിപൊളിയായിരിക്കും ഈ ഒരു ഐറ്റം. ഇതിന് നമുക്ക് ഒന്നെങ്കിൽ സെയിം ടോൺ ബോട്ടം ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ബോട്ടം യൂസ് ചെയ്താലും മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. എലഗൻ്റ് ആണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇട്ട് വരുമ്പോൾ
നല്ല ലുക്കായിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1200 വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1200 ആണ് റേറ്റ് വരുന്നത്. 2 പീസ് ഐറ്റം ആണ് വരുന്നത്. നെറ്റ് കോട്ട മെറ്റീരിയൽ വിത്ത് ലൈനിങ്. സ്ലീവ്സിലും ലൈനിങ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ദാ നെറ്റ് കോട്ട മെറ്റീരിയലിൽ യോക്ക് പോർഷനിൽ കട്ട് വർക്കോട് കൂടി വരുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റാണ് വരുന്നത്. ഇങ്ങനെ വരും അതിൻ്റെ കട്ട് വർക്ക്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിലും ത്രെഡ് വർക്കാണ് വരുന്നത്. ഇങ്ങനെ ഓൾ ഓവർ ആ ഒരു ത്രെഡ് വർക്ക് ദുപ്പട്ടയിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇനി സെയിം ഷൈൻ ടോൺ ബോട്ടംസ് ആണ്, പാരലൽ ബോട്ടംസ് ആണ് ഇത് വരുന്നത്. സെയിം ഷൈൻ ടോൺ പാരലൽ ബോട്ടംസ്. നമ്മുടെ ഐറ്റത്തിൻ്റെ എല്ലാം ലെങ്ത് 47 ഇഞ്ചസ് ആണ് വരുന്നത്. M2 XXL അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 ആണ്. 1500 റേറ്റ്. നെക്സ്റ്റ് വൺ കോട്ടണിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ്. പ്രീമിയം കോട്ടൺ ആണ് വരുന്നത്. സിമ്പിളാണ് ബട്ട് ബ്യൂട്ടിഫുൾ ആണ്. ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ഓൾ ഓവർ ഇങ്ങനെ ഒരു സർക്കിൾ ഡിസൈനാണ്. അത് തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു കോമ്പിനേഷനാണ് ഈ പ്രിൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ദുപ്പട്ട ഉണ്ടോ, നല്ല ഭംഗിയാണ്. ഈ ഒരു വർക്കിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ഈ ഒരു പ്രിൻറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ടില്ലേ. അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടും ഈ ഒരു സർക്കിൾ ഡിസൈനാണ് വരുന്നത്. അത് കുറച്ചും കൂടെ സ്മോൾ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഇട്ട് പോകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഈ ദുപ്പട്ട ആൻഡ് ബോട്ടം ടോപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1650 ആണ് വരുന്നത്. നെക്കിലും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നൈറ സിൽക്കിൽ വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ആണ്. ലാവൻഡർ കളർ, നല്ല ബ്യൂട്ടിഫുൾ ലാവൻഡർ കളറാണ്. ഇങ്ങനെ വരും. യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കാണ് വരുന്നത്. ത്രെഡ് വർക്ക് ആൻഡ് സിൽവർ സെറി കൊണ്ടിട്ടുള്ള വർക്കാണ് വരുന്നത്. സെയിം ഷൈൻ ടോൺ ബോട്ടംസ് ആണ് വരുന്നത്. പാരലൽ ബോട്ടം. ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ത്രെഡ് വർക്കും പിന്നീട് ആ ഒരു സിൽവർ സെറി കൊണ്ടിട്ടുള്ള വർക്കും ദുപ്പട്ടയിൽ വൺ സൈഡ് ഇച്ചിരി ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ സ്മോൾ വർക്ക് ഇങ്ങനെ ഓൾ ഓവർ അവിടെ ഇവിടെയുമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരിക. സെയിം ഷൈൻ ടോൺ ബോട്ടം ആണ് ഞാൻ മുമ്പ് കാണിച്ച്. എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്ത് പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇത്രയും ലെങ്ത് ഇല്ല, 47 ഇഞ്ചസേ ഉള്ളൂ. ഞാൻ പിടിച്ചപ്പോൾ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ഏതെങ്കിലും ഐറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാ ത്രൂ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും ലിങ്കും അതുപോലെ തന്നെ നമ്പറും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. റേറ്റൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇനിയും റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ വാട്സപ്പിൽ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ അന്നേരവും പറഞ്ഞു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ്, സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളിയാണ്. ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ്. പിന്നെ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ ആവുന്ന സമയത്ത് എപ്പോഴും എക്സാക്ട് സൈസ് എടുക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമാണ്, ഒരു ടിപ്പാണ്. അതായത് നമ്മൾ കോട്ടൺ ഐറ്റംസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സാക്ട് സൈസ്, ഇപ്പോൾ ലാർജ് സൈസ് എടുക്കുകയാണെങ്കിൽ ലാർജ്, ഇപ്പം ഞാൻ നോർമലി എടുക്കുന്നത് ലാർജാണ്. ലാർജ് എനിക്ക് എക്സാക്റ്റ് ആണ്. അപ്പോൾ ഞാൻ കോട്ടൺ ഐറ്റംസ് എടുക്കുമ്പം എപ്പോഴും എക്സൽ സൈസ് പ്രിഫർ ചെയ്യും. അതായത് കോട്ടൺ നമ്മൾ നോർമൽ റേഞ്ച് ഒരു 1500-നുള്ളിലൊക്കെ നിൽക്കുന്ന ഐറ്റമാണ്, അല്ലെങ്കിൽ ഒരു 2000-ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ലൈനിങ് ഒരു 2x1 ആ ഒരു റേഞ്ചിലോട്ട് പോകുന്ന ലൈനിങ് ഒന്നും ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തീരെ മോശം ലൈനിങ്ങും ആയിരിക്കത്തില്ല. അപ്പം എന്തായാലും ചെറുതായിട്ട് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ ഒന്ന് സ്ട്രിങ്ക് ആകും. അപ്പം നമ്മൾ എപ്പോഴും എക്സാക്ട് സൈസ് കറക്റ്റ് ഫിറ്റിലാണ് എടുക്കുന്നതെങ്കിൽ കോട്ടൺ ഐറ്റംസ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഒരു 1 സൈസ് മുന്നോട്ട് പ്രിഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിയുമ്പം ടൈറ്റായി പോകുന്ന ആ ഒരു ഇഷ്യൂ മാറും. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ
ഞാൻ നോർമലി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു. ഞാൻ എക്സാക്ട് സൈസ് വെച്ച് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷോപ്പ് തുടങ്ങിയ സമയത്ത് എൻ്റെ കസ്റ്റമേഴ്സിനോട് ഈ ഒരു വിവരം ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെയുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു റയോൺ മെറ്റീരിയലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് കോട്ടൺ മെറ്റീരിയൽ ഒന്നും സ്ട്രിങ്ക് ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന ഐറ്റം അല്ല. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിലൊന്നും ആ ഒരു പ്രശ്നം വരത്തില്ല. കോട്ടൺ മെറ്റീരിയൽ എപ്പോഴും എക്സാക്ട് സൈസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.